ഹായ് ഫ്രണ്ട്സ്, ലാവണ്യാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ ഈ കാണുന്നത് പനിനീർ ജാമ്പയ്ക്കയാണ്. ഇത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇതാണ് ഈ ജാമ്പയ്ക്കയുടെ മരം. ചെറുതായിട്ട് മൊട്ടിട്ട് വരുന്നുണ്ട്. പിന്നെ കായും കുറച്ച് വലുതായതിൻ്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട്. ഇല മറിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. എന്നാലും ഇടയ്ക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. തേവൂട്ടി ആഞ്ജനേയനൊന്നും ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അച്ഛൻ അവിടെ നിന്നൊരു കമ്പെടുത്ത് ഒരു 2-3 അടുത്തെടുത്തായിരുന്നു. ഇങ്ങനത്തെ ഈ പനിനീർ ജാമ്പയ്ക്ക് ഇപ്പം അങ്ങനെ ഒരിടത്തും കാണാനില്ല. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം വണ്ടിയിലിരുന്ന് കഴിച്ചായിരുന്നു. നല്ല പുളിപ്പായിരുന്നു. ഇതിൽ നല്ല വിളഞ്ഞു പഴുത്ത ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. നമ്മുടെ സാധാ ജാമ്പയ്ക്കയിൽ ചിലതിൽ ഒരുപാട് വിത്ത് കാണും. ഈ ജാമ്പയ്ക്കയിൽ ഒരേ ഒരു വിത്ത് മാത്രമേ ഉള്ളൂ. പഴുത്തതിന് ഒട്ടും തന്നെ പുളിപ്പില്ല. അതുപോലെ തന്നെ മധുരവും ചെറുതായിട്ടേ ഉള്ളൂ. ജാമ്പയ്ക്ക ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പം ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.